ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലോറൽ ഈസി ടിപ്സ്. അഗ്ലോണിമ ചെടി പോലെ തന്നെ ഇലകളുടെ ഭംഗി കൊണ്ട് നമ്മുടെ വീടിനെ മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ. മരാൻഡേഷ്യ എന്ന ഒരു വലിയ ഫാമിലിയിൽ ധാരാളം ചെറിയ ഡിവിഷൻസ് ഉണ്ട്. കലാത്തിയ, മരാൻഡ, സ്ട്രോമാന്തേ എന്നിവയൊക്കെ അതിലുള്ള എക്സാമ്പിൾസ് ആണ്. കോമൺ ആയിട്ട് നമ്മൾ കലാത്തിയ പ്ലാന്റ് എന്ന് പറയാറുണ്ടെങ്കിലും അതിലെ ഇലകളിലെ ഡിസൈൻസ് അനുസരിച്ച് റാറ്റിൽ സ്നേക്ക് പ്ലാന്റ്, സീബ്ര പ്ലാന്റ്, റോസിയോപെക്റ്റ പ്ലാന്റ്, റോസി പ്ലാന്റ് എന്നിങ്ങനെയുള്ള മറ്റ് പേരുകളും കേൾക്കാവുന്നതാണ്. ഒപ്പം രാത്രികാലങ്ങളിൽ ഇലകൾ ഫോൾഡ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ പ്രെയർ പ്ലാന്റ് എന്ന ഒരു പേരും കൂടി ഈ ചെടിക്ക് ഉണ്ട്. കലാത്തിയ ചെടികളുടെ ഇലകളെ പറ്റിയും അതിലെ എൻ്റെയിലുള്ള കുറച്ച് വെറൈറ്റീസിനെ പറ്റിയും, ചെടിയുടെ പരിപാലനം, ചെടിക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ അതിൻ്റെ കെയറിംഗ് ടിപ്സ്, പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇനി നമുക്ക് ആ ചെടിയുടെ ബ്യൂട്ടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ചെടിയുടെ സ്ട്രെങ്തും ബ്യൂട്ടിയും അതിൻ്റെ ഇലകളിലാണ്. മനസ്സിന് കുളിർമ പകരുന്ന ഓവൽ ഷേപ്പ് ലീവ്സുകൾ ഗ്രീൻ കളറിലും പർപ്പിൾ കളറിലുമൊക്കെ കാണാൻ കഴിയും. ചിലതിന് നല്ല സ്ട്രൈപ്പിംഗ് പാറ്റേൺസും ചിലതിൻ്റെ എഡ്ജസിന് കോൺട്രാസ്റ്റിംഗ് പാറ്റേണും കാണാൻ കഴിയുന്നതാണ്. ഈ ചെടിയുടെ ഇലകളിലെ മാർക്കിംഗ് കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ ഒരു ടാലന്റഡ് ആർട്ടിസ്റ്റ് വരച്ച പെയിന്റിംഗ് പോലെ തോന്നുന്ന നല്ല ബ്യൂട്ടിയുള്ള ഇലകളാണ് ഈ ചെടികൾക്ക് ഉള്ളത്. ഇനി ഈ ചെടിയുടെ കെയറിംഗ് ടിപ്സ് നോക്കാം. ഒരു ഈസി ഹൗസ് പ്ലാന്റ് അല്ല കലാത്തിയ. നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ ഈ ചെടിയെ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ ബ്യൂട്ടി നമ്മൾക്ക് തരില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലൈറ്റാണ്. അതായത് ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. വളരെ ലോ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ലൈറ്റാണ് ഈ ചെടിക്ക് വേണ്ടത്. വെയിൽ കൊണ്ടാൽ ഈ ചെടിയിലെ മാർക്കിങ്ങുകളൊക്കെ പോവുകയും ബേൺ ചെയ്തതുപോലെ ഇരിക്കുന്നത് കാണാം. രണ്ടാമത്തെ പോയിന്റ് ഹ്യൂമിഡിറ്റിയാണ്. നമ്മൾ മറ്റ് ചെടികളെപ്പറ്റി പറയുമ്പോൾ ഹ്യൂമിഡിറ്റിയെപ്പറ്റി അത്ര പറയാറില്ല. എന്നാൽ ഈ ചെടി ഒരു ഈർപ്പാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. കുറച്ച് ഹൈ ഹ്യൂമിഡിറ്റി വേണം. ഒരു കലാത്തിയ ചെടി നല്ല ഹെൽത്തിയും അട്രാക്റ്റീവും ആകാൻ ഹൈ ഹ്യൂമിഡിറ്റി വേണ്ടത് തന്നെയാണ്. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ ചെടികളുടെ ഇലയിലെ വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ആ ഇലകളുടെ എഡ്ജസ് ഒക്കെ ഒരു ബേണായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് വാട്ടറിംഗ് ആണ്. മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. പക്ഷെങ്കിൽ നമ്മൾ ചെടിയുടെ ചൂട് ഒത്തിരി വെറ്റാക്കി ചെടി അങ്ങനെ വെള്ളത്തിലിരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെടിയെ കൊണ്ടുപോകരുത്. അതായത് നമ്മൾ റെഗുലറായിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം കുത്തനെ ഒഴിക്കാതെ ഇതിൻ്റെ ചുവട്ടിൽ റെഗുലറായിട്ട് ഒഴിച്ച് കൊടുക്കുക. മഴക്കാലമാണെങ്കിൽ മണ്ണ് തൊട്ടു നോക്കുക. നനവില്ലെങ്കിൽ മാത്രം ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനച്ചു കൊടുക്കുക. അതിൻ്റെ വളപ്രയോഗമാണ് ഒരു മാസത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ ഏതെങ്കിലും ഒരു ജൈവവളം ഉപയോഗിക്കാവുന്നതാണ്. നന്നായി വളരുന്ന ഒരു ചെടിയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾക്ക് റീപോട്ടിങ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഉണ്ട്. അതിനു മുമ്പായിട്ട് ഈ ചെടിക്കുണ്ടാകുന്ന ചില പ്രോബ്ലംസും അതിൻ്റെ കെയറിംഗ് ടിപ്സുമാണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ചെടിയുടെ ഇലകളുടെ എഡ്ജസ് ക്രിസ്പി ബ്രൗൺ കളറിലോട്ട് മാറുന്നത് കാണാം. അതുപോലെ തന്നെ ചെടിയുടെ ഗ്രോത്ത് വളരെ സ്ലോ റേറ്റിൽ പോകുന്നതും കാണാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലോ ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ചെടിക്ക് കുറച്ച് നല്ല ഹൈ ഹ്യൂമിഡിറ്റി കൊടുക്കാനായിട്ട് മറ്റ് ചെടികൾ, വലിയ ചെടികളൊക്കെ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് ഈ ചെടി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ ഏറ്റവും തണുപ്പുള്ള തണൽ നല്ല ചോല പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ചെടിയെ വെക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ചിലപ്പോൾ ഈ ചെടിയെ നോക്കുമ്പോൾ ഇലകളൊക്കെ കേളിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഇലകൾക്ക് ഒരു മഞ്ഞ നിറം ബാധിച്ചിരിക്കുന്നത് കാണാം, സ്പോട്ട് ഉണ്ടാകുന്നത് കാണാം. അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മണ്ണൊക്കെ തൊട്ട് നോക്കിയിട്ട് റെഗുലറായിട്ട് സ്മോൾ എമൗണ്ട് വാട്ടർ ചെടിക്ക് കൊടുക്കാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ചെടിയുടെ ഇലകളൊക്കെ ഡ്രൂപ്പിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ചീഞ്ഞു പോകുന്നത് പോലെ നമ്മൾക്ക് കാണാം. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഓവർ വാട്ടറിംഗ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വളരെ കുറച്ച് വെള്ളം റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക.
ഈ ചെടി ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം അതിൻ്റെ ഇലകളിലെ മാർക്കിങ്സ് ഒക്കെ ഫെയ്ഡ് ഔട്ടായിട്ട് പോകുന്നത് കാണാം. അതിൻ്റെ 90% കാരണം കൂടുതലായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് വളരെ ലോ ലൈറ്റ് ആയിരിക്കും ചെടിക്ക് കിട്ടുന്നത്. അതായത് വളരെ ഇരുട്ടത്തായിരിക്കും ഈ ചെടി ഇരിക്കുന്നത്. അങ്ങനെയുള്ള 2 കണ്ടീഷനിലാണ് ഈ ചെടിയിലെ പാറ്റേൺസ് ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത്. ഈ ചെടിയുടെ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഈ ചെടിയെ ഫുൾ സണ്ണിലും വളരെ ഡാർക്ക് പ്ലേസിലും വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചെടിക്ക് റെഗുലർ വാട്ടറിങ് കൊടുക്കുകയാണെങ്കിൽ പോലും ചെടിയുടെ ചുവട് ഒരിക്കലും ഒത്തിരി വെള്ളത്തിലായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെടിക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം വളം കൊടുക്കുക. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ചെടിയുടെ ചുവട് ഉണങ്ങിപ്പോകാനായിട്ട് അനുവദിക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അതുപോലെ തന്നെ ലീഫ് ഷൈനിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതിരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ നമ്മൾക്ക് കലാത്തിയെ നന്നായി പരിപാലിക്കാം. ഇനി ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഒന്ന് കണ്ടു നോക്കാം. ഈ ചെടിയുടെ റൂട്ടിൽ നിന്ന് പുതിയ മുളകളൊക്കെ പൊട്ടി വന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ചെടിക്ക് കുറേ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരു ഡിവിഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചെടിയെ ഇങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് ഓരോ തൈകളായിട്ട് പിരിച്ച് എടുക്കുക. ഈ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾക്കിപ്പോൾ ഏകദേശം ഒരു 10-12 തൈ കിട്ടുന്നതാണ്. എല്ലാ കലാത്തിയ ചെടിയും ഇങ്ങനെ ഒത്തിരി തൈകൾ തരണമെന്നില്ല. ചില ചെടികളൊക്കെ ഒരു വർഷത്തിൽ 4-5 തൈകൾ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനു വേണ്ട പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാം 25% ആയിട്ട് ഉപയോഗിച്ച് നനവ് നിലനിർത്താനായിട്ട് നോക്കുക. ഇങ്ങനെ പിരിച്ച് വെച്ച ചെടിയുടെ മോയ്സ്റ്റ് നിലനിർത്താൻ വേണ്ടി അതിനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി ഒരു ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു മാസത്തിനുള്ളിൽ ചെടിക്ക് ന്യൂ ഗ്രോത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നമ്മൾക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാവുന്നതാണ്. വിപണിയിൽ പല വിലകളിൽ ഇപ്പോൾ ഈ ചെടികൾ ലഭ്യമാണ്. ഒരു ചെടി മേടിച്ച് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടത്തി ഈ ചെടിയെപ്പറ്റി പഠിക്കുക. ഈ ചെടിയുടെ ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.